ക്ലിയർ ആണ്. അപ്പോൾ ആദ്യം ഇനിഷ്യൽ അദ്ദേഹം എടുത്ത ട്രേറ്റ് ഹൈറ്റ് ആണ്. ഒരു ക്യാരക്ടർ എടുത്ത് നമ്മൾ അതിനെ എന്ത് വിളിച്ചു? മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിച്ചു. എന്നാൽ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് അദ്ദേഹം 2 ക്യാരക്ടർ എടുക്കുവാണ്. സോ 2 ക്യാരക്ടർമാരുടെ പേര് ഒബ്വിയസ്ലി എന്തായിട്ട് മാറും? ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്നാവും. ഡൈ ഹൈബ്രിഡ് ക്രോസ്. സോ നോക്കിക്കേ, ഇൻഹെറിറ്റൻസ് ഓഫ് 2 pairs of contrasting character, that is called a dihybrid cross. അദ്ദേഹം ഇവിടെ എടുത്തേക്കുന്ന 2 ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്, ഷേപ്പ് ഓഫ് ദ സീഡും ആണ്. സോ ഹൈറ്റിന് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഉണ്ടെന്ന് നമുക്ക് അറിയാം, ടോളും ഡ്വാർഫും. ഇപ്പോൾ നോക്കിക്കേ, ഷേപ്പ് ഓഫ് ദ സീഡ് വരുമ്പോൾ 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് റൗണ്ടും റിങ്കിൾഡും ആണ്. റൗണ്ടും റിങ്കിൾഡും ആണ്. ഇതിലെല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത് ടോൾ ആണെങ്കിൽ ക്യാപിറ്റൽ ടി, ഡ്വാർഫ് സ്മോൾ ടി ആണ്. റൗണ്ട് ക്യാപിറ്റൽ ലെറ്റർ ആർ, റിങ്കിൾഡ് സ്മോൾ ലെറ്റർ ആർ ആണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. 2 അലീൽസ് വെച്ച് എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? നമ്മളിന് പോകുന്നത് ഡൈഹൈബ്രിഡ് ക്രോസ് പഠിക്കാനാണ്. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലെ? സോ ഗ്രിഗ യോഹാൻ മെന്റലിന്റെ ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അദ്ദേഹം എടുത്ത പ്ലാന്റ് ടോൾ പ്ലാൻ വിത്ത് റൗണ്ട് സീഡും അതുപോലെ ഡ്വാർഫ് പ്ലാൻ വിത്ത് റിങ്കിൾഡ് സീഡും ആണ്. ഈ 2 പ്ലാന്റ് ആണ് അദ്ദേഹം എടുത്തത്. നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും നോക്കാം. അദ്ദേഹം ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഡൈഹൈബ്രിഡ് ക്രോസിന് എത്ര ക്യാരക്ടേഴ്സ് കാണും? 2 ക്യാരക്ടർ നമ്മൾ എടുത്തേക്കുന്നത്. അതപ്പോ പാരന്റ് എങ്ങനെ തന്നെ ആയിരിക്കും? ടോൾ ആൻഡ് റൗണ്ട് ആണ്. ടോൾ പ്ലാൻ വിത്ത് റൗണ്ട് സീഡും അതുപോലെ തന്നെ ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡും. ഇതാണ് അദ്ദേഹം എടുത്ത 2 ചെടികൾ. പാരന്റ് ചെടി ഇവർ രണ്ടുപേരുമാണ്. ഞാനിപ്പോൾ എഴുതിയേക്കുന്ന അതിന്റെ ഫീനോടൈപ്പ് ആണ്. കാഴ്ചയിൽ അത് എങ്ങനെയിരിക്കും. ഇനി ഇതിന്റെ ജീനോടൈപ്പ് ഞാൻ എഴുതി കാണിക്കട്ടെ. ടോൾ എന്ന് പറയുമ്പോഴത്തേക്കിനും പ്യുവർ ലൈൻ ആണ്, ക്യാപിറ്റൽ ടി. റൗണ്ടും പ്യുവർ ലൈൻ തന്നെയാണ്, ക്യാപിറ്റൽ ആർ. ഇതാണ് അതിന്റെ ജീനോടൈപ്പ്. ക്ലിയർ ആണോ? ഇനി ഡ്വാർഫും റിങ്കിൾഡും ആകുമ്പോഴത്തേക്കിനും അവരുടെ ജീനോടൈപ്പ് സ്മോൾ ടി. അതുപോലെ തന്നെ റിങ്കിൾഡ് ആകുമ്പോൾ സ്മോൾ ആർ. രണ്ടും റിസീവ് ക്യാരക്ടർ ആണ്, സ്മോൾ ആർ. അപ്പൊ ഇവ രണ്ടുമാണ് ഇതിന്റെ പാരന്റ് എന്ന് പറയുന്നത്. ആദ്യം ഞാൻ എഴുതിയതിന്റെ ഫീനോടൈപ്പ് ആണ്. ഇപ്പൊ അതിന്റെ ജീനോടൈപ്പ് ആണ് ഞാൻ എഴുതിയേക്കുന്നത്. ക്ലിയർ ആണ്? ഇനി ഇവര് ഗമീറ്റ് ഫോർമേഷൻ നടത്തുവാണ്. ഗമീറ്റ് ഫോർമേഷൻ നടത്തുമ്പോൾ ഈ 2 ക്യാരക്ടർ ഉണ്ടാകുമ്പോൾ 2നെയും ഡിസ്റ്റർബ് ചെയ്യാതെ ഇവിടുന്ന് ഒരു ടിയും ഇവിടുന്ന് ഒരു ആറും എക്സ്പ്രസ് ചെയ്ത് ഗമീറ്റ് ആവുകയാണ്. ഇതാണ് അവരുടെ ഗമീറ്റ്. ക്യാപിറ്റൽ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ആർ. ഇതാണ് ഇവിടെ ഉണ്ടായ ഗമീറ്റ്. അതുപോലെ ഇവിടെ അങ്ങനെ ആയിരിക്കൂലേ? ഈ 2 ടിയിൽ നിന്നും ഒരു ടി, 2 ആറിൽ നിന്നും ഒരു ആർ. അതായത് ഇവിടെ 2 വരാൻ വേറെ ആരും ഇല്ല, സെയിം ടി തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ടി മാത്രം എക്സ്പ്രസ് ചെയ്തേക്കുന്നത്. 2 ആറിലും ഒരാൾ മാത്രമേ വരാനുള്ളൂ, ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ ആർ. അപ്പൊ ഇവ രണ്ടുമാണ് എന്ത്? ഗമീറ്റ്. ഗമീറ്റ് ഫോർമേഷൻ മനസ്സിലായല്ലോ അല്ലെ? അപ്പോൾ ടോൾ റൗണ്ട് എന്നുള്ളതിന്റെ ഗമീറ്റ് എന്തായിരുന്നു? ക്യാപിറ്റൽ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ആർ. ഡ്വാർഫ് റിങ്കിളിന്റെ ഗമീറ്റ് എന്തൊക്കെയാണ്? സ്മോൾ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ആർ. ഇവ രണ്ടുപേരുടെ ക്രോസ് ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു? F1 ജനറേഷൻ കിട്ടുന്നു. F1 ജനറേഷൻ എങ്ങനെയായിരിക്കും നിങ്ങൾ പറഞ്ഞേ? ടോളിന്റെ 2 അലീൽസും ഒരുമിച്ച് വെക്കാം, സീഡിന്റെ ഷേപ്പ് രണ്ടും ഒരുമിച്ച് വെക്കാം. അപ്പൊ ഇങ്ങനെയായിരിക്കും വരിക. ക്യാപിറ്റൽ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ. ഇതിന്റെ ജീനോടൈപ്പ് ആണോ ഫീനോടൈപ്പ് ആണോ? ഇതിന്റെ ജീനോടൈപ്പ് ആണ് ഞാനിപ്പോ എഴുതിയേക്കുന്നത്. ക്ലിയർ ആണ്? നോക്കിക്കേ, ക്യാപിറ്റൽ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി വന്നാൽ നമുക്കറിയാം ആരായിരിക്കും എക്സ്പ്രസ് ചെയ്യുക? ക്യാപിറ്റൽ ടി ആയിട്ടുള്ള ടോൾ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുക. ഇനി ക്യാപിറ്റൽ ലെറ്റർ ആറും സ്മോൾ ലെറ്റർ ആറും വന്നു. അപ്പോൾ ഇതിൽ ഡൊമിനന്റ് ആരാണ്? റൗണ്ട് ആണ് ഡൊമിനന്റ്. അപ്പം 6 റെസസീവ് ആയതുകൊണ്ട് റൗണ്ടേ ഡൊമിനന്റ് ആവത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ടോൾ റൗണ്ട് ആയിട്ടുള്ള ചെടിയാണ് നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് അതിന്റെ ഫീനോടൈപ്പ് ടോൾ റൗണ്ട് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലാവുന്നു പറഞ്ഞത്? ഇതാണ് നമുക്ക് F1 കിട്ടിയേക്കുന്ന ജനറേഷൻ. F1 ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഏതാണ്? ടോൾ റൗണ്ട് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അതായത് ആ ചെടി എന്താണ്? ഒരു ടോൾ റൗണ്ട് ചെടിയാണ്. മനസ്സിലായോ? ഇതാണ് ഡൈഹൈബ്രിഡ് ക്രോസിന്റെ F1 ക്രോസ്. ക്ലിയർ ആണോ? ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുമ്പോൾ 2 ക്യാരക്ടർ നമ്മളിവിടെ എടുത്തേക്കുന്നത്. അതായത് 2 ട്രേറ്റ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഹൈറ്റും സീഡിന്റെ ഷേപ്പും. അപ്പൊ ഒന്നാമത്തെ പാരന്റ് ടോളും റൗണ്ടും ആണ്, രണ്ടാമത്തെ പാരന്റ് ഡ്വാർഫും റിങ്കിൾഡും ആയിട്ടുള്ള പാരന്റ് ആണ് എടുത്തേക്കുന്നത്. അപ്പൊ അവരുടെ ജീനോടൈപ്പ് നമ്മൾ എഴുതിയായിരുന്നു. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. ഇവിടുത്തെ അതിന്റെ ജീനോടൈപ്പ് എന്തായിരുന്നു? സ്മോൾ ടി, സ്മോൾ ആർ. ഗമീറ്റ് ഫോർമേഷൻ നടന്നു. ഗമീറ്റ് എങ്ങനെയാണ് ഉണ്ടായത്? ഗമീറ്റില് ഇവിടെ ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും വന്നു, ഇവിടെ സ്മോൾ ടിയും സ്മോൾ ആറും വന്നു. എങ്ങനെ വന്നു നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ക്രോസ് ചെയ്ത സമയത്ത് നമുക്ക് F1 ജനറേഷൻ കിട്ടിയത് എങ്ങനെയായിരുന്നു? അത് ടോൾ റൗണ്ട് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇനി ഈ കിട്ടിയ ടോൾ റൗണ്ട് പ്ലാന്റിന് അദ്ദേഹം എന്ത് ചെയ്തു? സെൽഫ് ചെയ്തു.
നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസ് അദ്ദേഹം ചെയ്ത പോലെ തന്നെ ഇവിടെ അദ്ദേഹം എന്ത് ചെയ്യുവാണ്, സെൽഫ് ചെയ്യുവാണ്, സെൽഫ് പോളിനേറ്റ് ചെയ്യുവാണ്. അതായത് ഇതിനെ തന്നെ പാരന്റ് ആയിട്ട് വെച്ച്, രണ്ട് പാരന്റ് ആയിട്ട് വെച്ച് അതിനെ ക്രോസ് ചെയ്യുവാണ്. ചെയ്ത് നോക്കാം. ശരി, F1 ക്രോസ് ചെയ്യുവാണ്. F1 ക്രോസ് ചെയ്യുന്ന സമയത്ത് F1 ക്രോസ് F1 ആണ്. നമുക്ക് കിട്ടിയ F1 ജനറേഷൻ ആരായിരുന്നു? ടോൾ റൗണ്ട് പാരന്റ് വിത്ത് ടോൾ റൗണ്ട് പാരന്റ് ആണ്. ഇതാണ് അതിന്റെ ജീനോടൈപ്പ്. ഫിനോടൈപ്പ് ഞാൻ പറഞ്ഞു അല്ലെ, ടോൾ റൗണ്ട് ആണെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചു നോക്കിയാ നമുക്ക് ഇതിന്റെ ഗമേറ്റ് ശ്രദ്ധിച്ചെഴുതണം. ഗമേറ്റ് എഴുതുമ്പോൾ ഇവിടെ വരാൻ ചാൻസ് 4 വ്യത്യസ്ത രീതിയിലാണ്. നോക്കിക്കേ, ഈ ക്യാപിറ്റൽ ടിയും ഈ ക്യാപിറ്റൽ ആറും എക്സ്പ്രസ് ചെയ്യാം, ഇങ്ങനെയും എക്സ്പ്രസ് ചെയ്യാം, അതുപോലെ തിരിച്ചു മറിച്ച് എക്സ്പ്രസ് ചെയ്യാം. നോക്കിക്കോ ഇവിടുത്തെ ഗമേറ്റ് ഫോർമേഷൻ നമുക്ക് ഇങ്ങനെ വരാം. നോക്കിക്കേ, ക്യാപിറ്റൽ ടി ഇതാ ഇതൊരു ഗമേറ്റ്, അതുപോലെ ഇതൊരു ഗമേറ്റ്. ഈ ഒരു കോമ്പിനേഷൻ പോസിബിൾ അല്ലേ? ആണ്. അതുപോലെ ഇതാ ഈ ഒരു കോമ്പിനേഷൻ ഓഫ് ഗമേറ്റ് പോസിബിൾ ആണ്, ഈ ഒരു കോമ്പിനേഷൻ ഓഫ് ഗമേറ്റും പോസിബിൾ ആണ്. ഒരു പാരന്റിൽ നിന്ന് നമുക്ക് എത്ര ഗമേറ്റ് കിട്ടി? 4 ഗമേറ്റ് കിട്ടി. 4 ഗമേറ്റ്. അപ്പൊ നെക്സ്റ്റ് പാരന്റ് നമുക്ക് അത്രയും തന്നെ ഗമേറ്റ് കിട്ടത്തില്ലേ? കിട്ടും. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ഒരു ഗമേറ്റ്, ക്യാപിറ്റൽ ടി സ്മോൾ ആർ ഒരു ഗമേറ്റ്, സ്മോൾ ടി ക്യാപിറ്റൽ ആർ ഒരു ഗമേറ്റ്, സ്മോൾ ടി സ്മോൾ ആർ മറ്റൊരു ഗമേറ്റ്. ഇങ്ങനെ 4 ഗമേറ്റ് ആണ് നമുക്ക് ഈ പാരന്റിൽ നിന്നും കിട്ടുന്നത്. കാരണം ഇവരെന്താണ്? ഹെട്രോട്രോഫിക് അല്ലേ? അതായത് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഉണ്ട്, ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഉണ്ട്. അപ്പൊ ഇവര് ഹെട്രോട്രോഫിക് ആണ്. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള 2 അലീൽസ് അവർക്ക് പ്രസന്റ് ആണ്. സോ ഗമേറ്റ് ഫോർമേഷൻ ഈ 4 പോസിബിൾ വേയിൽ പറ്റും നമുക്ക്. സോ നമുക്ക് ഇങ്ങനെ ഒരു ക്രോസ് എഴുതുവാണെങ്കിൽ ക്രോസ് എഴുതുമ്പോഴത്തേക്കിനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ 4 തന്നെ ഇങ്ങനെ പല രീതിക്ക് 4 വരാനുള്ള ചാൻസും ഉണ്ട്. ചോദിക്കാൻ കേട്ടോ, ഡയഹൈബ്രിഡ് ക്രോസ് വരയ്ക്കാൻ ചോദിക്കും, ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഇതുവരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പാരന്റ് F1 നമ്മൾ ക്രോസ് ചെയ്യുക. ഡയഹൈബ്രിഡ് ക്രോസിന്റെ F1 സെൽഫ് ചെയ്യുന്ന രണ്ടാമത്തെ ക്രോസ് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. 2 പാരന്റിനെ ഞാൻ എഴുതി. ഏതൊക്കെയാണ് 2 പാരന്റ്? ടോൾ റൗണ്ട് ആയിട്ടുള്ള 2 പാരന്റും ഞാൻ എഴുതി. അവരുടെ ജീനോടൈപ്പ് ഞാൻ എഴുതി. ആ ജീനോടൈപ്പിൽ നിന്നും അവർക്ക് പോസിബിൾ ആയിട്ടുള്ള ഗമേറ്റ് ഫോർമേഷൻ വരെ ഞാൻ ചെയ്തു. പക്ഷെ ഗമേറ്റ് ഫോർമേഷൻ ഓരോരുത്തർക്കും 4 ഉള്ളതുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ നേരത്തെ വരച്ച പോലെ 4 അല്ല, 16 ഓഫ്സ്പ്രിങ്സ് ഉണ്ടാവും. 16 ഇവിടെ വരയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പ്രാക്ടിക്കലി ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് നമ്മൾ പനറ്റ് സ്ക്വയർ വഴിയാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിക്കേ, ഞാൻ ആദ്യം ഒരു ടേബിൾ വരയ്ക്കുവാണ്. 4 ഗമേറ്റിനും 4 സ്പേസ് കൊടുക്കുന്നു. ഇങ്ങനെ വരച്ചു. ഓരോ ഗമേറ്റിന്റെ പേരും നമുക്ക് എഴുതാം. ആദ്യത്തെ ഗമേറ്റ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. ഇതല്ലേ ആ 4 ഗമേറ്റ്? അതെ, ആ 4 ഗമേറ്റ്. ഇത് ഒരു ഫസ്റ്റ് പാരന്റിന്റെ. നെക്സ്റ്റ് പാരന്റ് ഇവിടെ എഴുതുവാണ് ഞാൻ. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. ഈ 4 എന്താ ഞാൻ എഴുതിയേക്കുന്നത്? ഗമേറ്റ് ആണ് കേട്ടോ. F1 ജനറേഷനിലെ F1 ജനറേഷനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് പാരന്റിൽ നിന്നും കിട്ടിയ ഗമേറ്റ് ആണ് ഞാൻ എഴുതിയേക്കുന്നത്. ഗമേറ്റ് ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ സർക്കിൾ എഴുതിയിട്ടുണ്ട് ഓരോന്നിനെയും, അതുകൊണ്ടാണ് കേട്ടോ. സോ ഇവിടെ ഗമേറ്റ് ഞാൻ വരച്ചിട്ടുണ്ട്. ഇതിന്റെ ക്രോസ് ആണ്. ക്രോസ് വരയ്ക്കാൻ എളുപ്പമാണ്. നോക്കിക്കേ, ഈ ഫസ്റ്റ് കോളത്തിൽ നമുക്ക് എഴുതാൻ പറ്റുക അതാ ഇതും കൂടെ ചേർത്തിട്ട് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ആണല്ലോ അല്ലെ. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇനി എഴുതാൻ പറ്റുമല്ലോ, അതാ ഇതും കൂടെ ആയിരിക്കും ഇവിടെ വരും. അപ്പൊ എന്ത് വരും? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ടീം വരുമ്പോൾ ഇങ്ങനെയും വരും. ഇതുമാണ് എഴുതേണ്ടത്. അപ്പം ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ കിട്ടിയോ? അടുത്ത നോക്കിക്കേ, ഫസ്റ്റ് കോളം ലാസ്റ്റ് തമ്മിൽ ലാസ്റ്റ്. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് വരും. എങ്ങനെ എഴുതുന്നത് മനസ്സിലാവുന്നോ? അവിടെ നോക്കിക്കേ, അടുത്ത ഈ കോളം ഞാൻ എഴുതാൻ പോകുന്നത്. ഈ കോളം ഞാൻ എഴുതുമ്പോൾ ഈ ക്യാപിറ്റൽ ടീം സ്മോൾ ആറും ഇതുമാണ് വരുന്നത്. ഇവർ രണ്ടുപേരാണ് ഈ കോളത്തിൽ എക്സ്പ്രസ് ആവുന്നത്, ക്രോസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇവർ രണ്ടുപേരാണ് ഞാൻ എഴുതാൻ പോകുന്നത്. നോക്കിക്കേ, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് എഴുതി. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ക്യാപിറ്റൽ ടി സ്മോൾ ആർ എന്ന് വരും. എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ എങ്ങനെയാ വരിക? ഇതുമായിരിക്കും ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരുടെ ഈ കോളത്തിൽ വരുന്നേ. അപ്പോൾ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും?
ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന്. ഓക്കെ ആണോ? ക്യാപിറ്റൽ ടി സ്മോൾ ആർ എഴുതാൻ പറ്റില്ലേ? പറ്റില്ലേ? അടുത്ത ഇതാണ്, ഇതും ആയിരിക്കും ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ. അടുത്താണെങ്കിലോ ഇതും കൂടെ ആയിരിക്കും. ഇതും കൂടെ നോക്കാം. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അടുത്തതിൽ എന്താ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? സ്മോൾ ടി ക്യാപിറ്റൽ ആർ. എങ്ങനെയാണ് എഴുതുന്നത് മനസ്സിലായത്? എളുപ്പമാണ് എഴുതാൻ വേണ്ടിയിട്ട്. സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ക്യാപിറ്റലും സ്മോളും ഒരുമിച്ച് വരുവാണെങ്കിൽ ആദ്യം ക്യാപിറ്റൽ എഴുതിയിട്ട് രണ്ടാമത് സ്മോൾ എഴുതാവും കേട്ടോ. അടുത്തത് അപ്പൊ എങ്ങനെ വരും? ലാസ്റ്റ് കോളം ആണ്, ഇതും കൂടെ ഉള്ളൂ. അപ്പൊ ഇതുമാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അടുത്തതില് ക്യാപിറ്റൽ ടി സ്മോൾ ആർ സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ സ്മോൾ ആർ. ഇത് എഴുതിയ രീതി ഒന്ന് മനസ്സിലായത് എഴുതാൻ ഭയങ്കര എളുപ്പമാണ്. ഒന്ന് ശ്രദ്ധിച്ചു മനസ്സിലാക്കണേ. ചിലപ്പോൾ ഡൈഹൈബ്രിഡ് ക്ലോസ് തന്നെ ചോദിക്കാം. ഡൈഹൈബ്രിഡ് ക്ലോസിന്റെ സെൽഫിംഗ് തന്നെ ചോദിക്കാം. രണ്ട് ക്യാരക്ടർ വെച്ചിട്ട് എഴുതാൻ വേണ്ടി ചോദിക്കാം. പനറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കാം കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കാം, വരച്ചു നോക്കാം. അപ്പൊ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് പനറ്റ് സ്ക്വയർ കിട്ടുക. സോ ഇത് എഴുതിയേക്കുന്ന എല്ലാം തന്നെ ഇതിന്റെ ജീനോടൈപ്പ് ആണ്, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മളിപ്പോ ഇവിടെ എഴുതിയേക്കുന്നത്. ഇനി ഇതിന്റെ ഫീനോടൈപ്പ് നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവിടെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ എന്നത് എന്തായിരിക്കും? ടോൾ ആയിരിക്കും. ക്യാപിറ്റൽ ആർ എന്നത് എന്തായിരിക്കും? റൗണ്ട് ആയിരിക്കും. അപ്പൊ അതിന്റെ ഫീനോടൈപ്പ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അടുത്താണെങ്കിലോ ടോൾ ആണ്, രണ്ടുപേരും ഉണ്ട്, പക്ഷെ ക്യാപിറ്റൽ ആർ ആയതുകൊണ്ട് അത് എന്തായിരിക്കും? റൗണ്ട് ആയിരിക്കും. അടുത്തതാണെങ്കിലും ക്യാപിറ്റൽ ടി ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുക. സോ ടോൾ ഇത് റൗണ്ട് ആയിരിക്കും. അടുത്തതും ടോൾ റൗണ്ട് തന്നെയാണ്. ഇപ്പൊ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഫീനോടൈപ്പ് ആണ്, ബ്ലൂവിൽ എഴുതിയിരിക്കുന്നതിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ജീനോടൈപ്പ് ആണ് കേട്ടോ. അപ്പൊ അടുത്തത് എന്തായിരിക്കും? അതും ടോൾ റൗണ്ട് തന്നെ ആയിരിക്കും. ടോൾ റൗണ്ട്. ഇതാ നോക്കിക്കേ, ടോൾ റിങ്കിൾഡ് വന്നു. രണ്ട് സ്മോൾ ആർ എക്സ്പ്രസ് ചെയ്തപ്പോൾ അതെന്തായി? റിങ്കിൾഡ് ആയി. ഇവിടെ ആണെങ്കിലും ടോൾ റൗണ്ട് ആണ്. അതായത് രണ്ടും ഡിഫറെന്റ് ആണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നെങ്കിൽ അത് ടോൾ റൗണ്ട് തന്നെയായി. ഇവിടെ നോക്കിയാൽ ഇത് ടോൾ ആണ്, പക്ഷെ സ്മോൾ ആർ ആയതുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന എന്തായിട്ടായിരിക്കും? റിങ്കിൾഡ് ആയിട്ടായിരിക്കും. അവിടെ ഡൊമിനന്റ് ഇല്ല, അതിനെ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത് ഇവിടെ എന്തായിരിക്കും? അത് ടോൾ ആണ്, റൗണ്ട് ആണ്. ഇവിടെ അതും ടോൾ റൗണ്ട് തന്നെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വരുന്ന ടോൾ റൗണ്ട് തന്നെ ആയിരിക്കും അല്ലെ? ടോൾ റൗണ്ട് തന്നെയാണ്. ഇതെന്തായിരിക്കും? ദാ വന്നു, ഡ്വാർഫ് ആദ്യമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. ഡ്വാർഫും ഇത് റൗണ്ടുമാണ്. ഡ്വാർഫ് റൗണ്ട് കിട്ടി. ഡ്വാർഫ് റൗണ്ട് പിന്നും കിട്ടി. ഡ്വാർഫ് റൗണ്ട് ഞാൻ ഇപ്പൊ എഴുതിക്കൊണ്ടിരുന്ന ഫീനോടൈപ്പ് ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഇതെന്താണ്? ഇത് ടോൾ ആണ്, അടുത്തത് റൗണ്ട് ആണ്. ടോൾ റൗണ്ട് ആണ് ഇത്. ഇതാണെങ്കിലും ടോൾ റിങ്കിൾഡ് ആണ്. സ്മോൾ ആയപ്പോൾ അത് എന്തായി? റിങ്കിൾഡ് ആയി. ഇത് ഡ്വാർഫ് ആണ്. ഡ്വാർഫ് പ്ലസ് ഇത് റൗണ്ട് ആണ്. ഡ്വാർഫ് റൗണ്ട് കിട്ടി. ലാസ്റ്റ് റെസസീവ് ആയിട്ടുള്ള രണ്ടും വന്നു. അതായത് ഇത് ഡ്വാർഫ് ആണ് പ്ലസ് ഇത് റിങ്കിൾഡും ആണ്. ഡ്വാർഫ് റിങ്കിൾഡ് ആണ് എക്സ്പ്രസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ ജീനോടൈപ്പും ഫീനോടൈപ്പും എഴുതി മനസ്സിലായോ? ഇത് ഡൈഹൈബ്രിഡ് ക്രോസിന്റെ F2 ജനറേഷൻ നമുക്ക് കിട്ടിയേക്കുന്നത്. എത്ര ഓഫ് സ്പ്രിങ്സ് നമുക്കിവിടെ കിട്ടി? 16 ടൈപ്പ് ഓഫ് സ്പ്രിങ്സ് ആണ് നമുക്കിവിടെ കിട്ടിയത്. ക്ലിയർ ആണോ പറയുന്നത്? ഇതിന്റെ ഫിനോടൈപ്പിക് റേഷ്യോ നമുക്ക് നോക്കുവാണെങ്കിൽ 9:3:3:1 എന്ന് കിട്ടും. മനസ്സിലാവുന്നു? 9 എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് ആര് തന്നെയാണ്? ടോൾ റൗണ്ട് ആണ് നമുക്ക് കിട്ടുക. അടുത്തത് ടോൾ റിങ്കിൾഡ് ആണ് നമുക്ക് 3 കിട്ടുക. അടുത്ത ഡ്വാർഫ് റിങ്കിൾഡ് ആയിരിക്കും നമുക്ക്, ഡ്വാർഫ് റൗണ്ട് ആയിരിക്കും നമുക്ക് അടുത്ത് കിട്ടുന്ന 3. 1 ആര് മാത്രമേ ഉള്ളൂ? ഈ ഒരു 1 ആണ്, ഈ ഒരു 1 ഇത് മാത്രമാണ്. ഏത്? ഡ്വാർഫ് റിങ്കിൾഡ്. ഏറ്റവും റെസസീവ് ആയിട്ടുള്ള ഡ്വാർഫ് റിങ്കിൾഡ് ആണ്. മനസ്സിലായോ? ഇത് ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ് കേട്ടോ. ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ് 9:3:3:1 എന്നുള്ളത്. എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ ആണ് ഈ പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? ഈ പറഞ്ഞ ഡൈഹൈബ്രിഡ് ക്രോസ് എന്താണെന്നും അതിന്റെ F1 ജനറേഷൻ എങ്ങനെ എഴുതിയെന്നും അതിന്റെ ഗമീറ്റ് ഫോർമേഷൻ എങ്ങനെയാണെന്നും F1ന്റെ സെൽഫിങ്ങും F2 ലോ സ്പ്രിങ്സ് എഴുതൊക്കെ ഒന്ന് മനസ്സിലായോ? ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണേ. ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് പഠിച്ചാൽ മതി. എളുപ്പമാണ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോ ഗിൽഗ യോഹാൻ മെൻഡലിന്റെ ഡൈഹൈബ്രിഡ് ക്രോസ് നമ്മൾ എങ്ങനെ വരയ്ക്കുന്നതെന്ന് കൃത്യമായിട്ട് പഠിച്ചു. ഇനി ആദ്യം അദ്ദേഹം കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഇവിടെ അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഹെഡ് കൊടുത്തേക്കുന്നത്. നമുക്ക് നോക്കാം.
When two or more different traits are combined, each trait is inherited independently to the next generation without mixing each other. അതായത് മൂന്നാമത്തെ കണ്ടെത്തലാണ്, മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ് ആണ്. അതായത് ഒന്നോ രണ്ടോ അതിലധികമോ ക്യാരക്ടർ എടുത്താൽ തന്നെയും അവരുടെ ജീൻസ് തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകാൻ വേണ്ടി അവർ ഇൻഡിപെൻഡന്റ്ലി തന്നെ, ഇപ്പൊ നമ്മൾ ടോളും റൗണ്ടും എടുത്തപ്പോഴത്തേക്കിനും ഗമീറ്റ് ഫോർമേഷൻ സമയത്ത് ഇവർ രണ്ടുപേരുടെയും അലീൽസ് അതിൽ എക്സ്പ്രസ് ചെയ്തില്ലേ, ഇൻഡിപെൻഡന്റ്ലി തന്നെ എന്ത് ചെയ്തു, എക്സ്പ്രസ് ചെയ്തില്ലേ. എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഇൻഡിപെൻഡന്റ് അവർ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്നു, മിക്സിംഗ് ഒന്നും നടക്കാതെ തന്നെ ഇൻഡിപെൻഡന്റ് അവർ എന്ത് ചെയ്യുന്നു, എക്സ്പ്രസ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മെന്റലിന്റെ 3 കൺക്ലൂഷൻ ആണുള്ളത്. നമുക്ക് പറയാം അതിനെ ലോ ഓഫ് ഡോമിനൻസ്. അതായത് F1 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്നത് ആരാണോ, F1 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്നത് ആരാണോ അവരാണ് ഡോമിനന്റ് ട്രേറ്റ്. ഡോമിനന്റ് അലീനിന് റിസീവ് അലീനിനെ മാസ്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ലോ ഓഫ് ഡോമിനൻസ് പറയാം. അടുത്ത് ലോ ഓഫ് സെഗ്രിഗേഷൻ. ലോ ഓഫ് സെഗ്രിഗേഷൻ പറഞ്ഞത് വേറൊന്നുമല്ല, ഗമീറ്റ് ഫോർമേഷൻ സമയത്ത് ഈ എക്സ്പ്രസ് ചെയ്യുന്ന 2 അലീലിൽ ഒരു അലീല് മാത്രമേ കടന്നു വരാറുള്ളൂ, പങ്കെടുക്കാറുള്ളൂ. ദാറ്റ് ഈസ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ഇനി എന്താണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് വിളിക്കും. അതായത് 2ഓ അതിലധികമോ ക്യാരക്ടർ എടുത്തിരുന്നാലും മിക്സിംഗ് ഒന്നും ഇല്ലാതെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യുന്നുണ്ട്. ഈ 3ഉം കൂടെ ചേർത്താണ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ള രീതിക്ക് അദ്ദേഹത്തിന്റെ പോസ്റ്റ്ലേറ്റ്സ് കൺക്ലൂഡ് ചെയ്തേക്കുന്നത്. ക്ലിയർ ആണോ? യോഹാൻ മെന്റലിന്റെ പൈസം സറ്റൈവത്തിൽ നടത്തിയ എക്സ്പെരിമെന്റ് ക്ലിയർ ആണോ? മോണോഹൈബ്രിഡ് ക്രോസും ഡൈഹൈബ്രിഡ് ക്രോസും F1ഉം F2ഉം ഗമീറ്റ് ഫോർമേഷനും എല്ലാം ക്ലിയർ ആണല്ലോ. മനസ്സിലായെങ്കിൽ ഒന്നും കൂടെ മനസ്സിലാക്കണേ. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്, എക്സാമിന് ചോദിക്കും. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്രോസ് എഴുതാൻ ചോദിക്കും. അതിന്റെ ജീനോടൈപ്പും ഫിനോടൈപ്പും ചോദിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇത് നോക്കിക്കേ, നോൺ മെന്റേലൻ ഇൻഹെറിറ്റൻസ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മെന്റൽ എങ്ങനെയാണ് ഇൻഹെറിറ്റൻസിനെ എക്സ്പ്ലെയിൻ ചെയ്താണ്. എന്നാൽ എൻവയോൺമെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെന്റൽ പറഞ്ഞ മാതിരി അല്ലാതെ എക്സ്പ്രഷൻ കാണിക്കുന്നുണ്ട് ചില ചെടികളും മറ്റും. ഇതല്ലാതെയും എക്സ്പ്രഷൻ കാണിക്കുന്നുണ്ട്. ഇതല്ലാതെയുമുള്ള ക്യാരക്ടർ പാരന്റ്സിൽ നിന്നും വ്യത്യസ്തത, ഇങ്ങനെ ഇത് രണ്ടും മാത്രം അല്ലാതെയും വ്യത്യസ്തത കാണിക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസിൽ പറയാൻ വേണ്ടി പോകുന്നത്. So Mendel's laws were foundation of genetics. It could not fully explain the diversity. So studies about complex interactions among genes, environment, other factors revealed some of the limitations of Mendel's. അപ്പോൾ മനസ്സിലായി, നമുക്ക് ഇന്ന് കാണുന്ന ചുറ്റുപാടുള്ള ബയോഡൈവേഴ്സിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെന്റലിന്റെ ലോസ് വെച്ച് മാത്രം പറ്റുന്നില്ല. സോ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്. അത് പുതിയൊരു മേഖലയിലേക്ക് നയിക്കുവാണ് നമ്മളെ നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്. നമുക്ക് എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, ഒന്നാമത്തെ നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ആണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. യോഹാൻ മെന്റൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു റെഡ് ഫ്ലവറും, ഫോർ എക്സാമ്പിൾ ഒരു റെഡ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും കൂടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ടത് റെഡ് ഫ്ലവർ. ഡൊമിനന്റ് ആയിട്ടുള്ളത് ആരാണ്? നമ്മൾ റെഡ് എടുക്കുവാണെങ്കിൽ റെഡ് ഫ്ലവർ ആണ് കിട്ടേണ്ടത്. എന്നാൽ നോക്കിക്കേ, ഒരു റെഡ് ഫ്ലവറും ഒരു വൈറ്റ് ഫ്ലവറും കൂടെ കമ്പൈൻ ചെയ്ത സമയത്ത് നമുക്കിവിടെ കിട്ടിയത് എന്ത് കളർ ഫ്ലവേഴ്സ് ആണ്? പിങ്ക് ആണ്. ഇത് രണ്ടും പാരന്റൽ ക്യാരക്ടർ അല്ല, ഒരു പുതിയ ക്യാരക്ടർ ആണ്. അപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ മെന്റലിന്റെ എക്സ്പെരിമെന്റ് വെച്ച് നമുക്ക് പറ്റില്ല. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്. ഓക്കെ ആണോ? സോ red parent and white parent combines to cross together to form a pink flower. If a red 4 o'clock plant hybridized with a white flowered plant, the offsprings will have pink. എന്തുകൊണ്ടാണ് കാരണം നോക്കിക്കേ, dominant allele cannot fully hide. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ റെഡും ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുമെന്ന് വിചാരിക്കുക. ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുമെന്ന് വിചാരിക്കുക. സോ ഈ റെഡ് ഡൊമിനന്റ് ആയിട്ടുള്ളത് ഇതിനെ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ്ലി മാസ്ക് ചെയ്തിരുന്നു. അങ്ങനെയാണ് റെഡ് എക്സ്പ്രസ് ചെയ്തത്. എന്നാൽ ഇവിടെ പറ്റുന്നില്ല. ഈ റെഡിനെ കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ മാസ്ക് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടിന്റെ കൂടെ ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള പിങ്ക് ആണ് ഇവിടെ എക്സ്പ്രസ് ആയത്. മനസ്സിലാവുന്നു? സോ ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്. ഇത് ക്ലിയർ ആണ്? അവിടെ നോക്കിക്കേ, ഇനുമുണ്ട് കോഡോമിനൻസ്. നിങ്ങൾ ആ ക്രോസ് കാണുന്നുണ്ടോ? ഒരു വൈറ്റ് കളർ കൗ ഉണ്ട്, ഒരു വൈറ്റ് കളർ കൗ ഉണ്ട്, ഒരു ബ്രൗൺ കളർ കൗ ഉണ്ട്. എന്നാൽ ആ ഓസ്പ്രിങ്സിനെ കാണുമ്പോൾ നോക്കിക്കേ, ഡയറക്റ്റ് ബ്രൗണിൽ വൈറ്റ് വൈറ്റ് സ്പോട്ട് പോലെ കാണാം. രണ്ടുപേരുടെയും ഒരുപോലെ എക്സ്പ്രസ് ചെയ്തു. നോക്കാം,
Rowan-Cott pattern found in some cattle and horse. Both alleles exhibit their trait at the same time. രണ്ടുപേരുടെ ട്രേറ്റും സൈമൾട്ടേനിയസ്ലി എക്സ്പ്രസ് ചെയ്യുന്നു. നേരത്തെ കംപ്ലീറ്റ്ലി മാസ്ക് ചെയ്തില്ല എന്നായിരുന്നു, പക്ഷെ ഇവിടെ അങ്ങനെയല്ല, രണ്ടുപേരും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, രണ്ടുപേരും സൈമൾട്ടേനിയസ്ലി എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് കോഡോമിനൻസ്. ഇത് മെന്റൽ പറഞ്ഞ പോലെ അല്ലല്ലോ നടന്നത്. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ നോൺ മെന്റേറിയൻ ഇൻഹെറിറ്റൻസ്. ഇപ്പൊ രണ്ടെണ്ണം പഠിച്ചു നമ്മൾ. ഏതൊക്കെയാണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആൻഡ് കോഡോമിനൻസ്. നോക്കിക്കേ അടുത്ത് മൾട്ടിപ്പിൾ അല്ലീലിസം. മൾട്ടിപ്പിൾ അല്ലീലിസം എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ പറഞ്ഞത് ഇത്ര നേരം നമ്മൾ മെന്റലിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്, ഗ്രിഗർ യോഹാൻ മെന്റൽ പറഞ്ഞതനുസരിച്ച് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ 2 അല്ലീലായിരുന്നു. എന്നാൽ മൾട്ടിപ്പിൾ അല്ലീലിസം ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന 3 അലീൽസിനെ കാണാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ അലീല് IA ആണ്, രണ്ടാമത്തെ അലീല് IB ആണ്, മൂന്നാമത്തെ അലീല് സ്മോൾ I ആണ്. അപ്പോൾ ഇങ്ങനെ 3 അലീൽസ് ആണ് ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ളത്. അതായത് ഇത് 3ഉം കൂടെ ഒരാളിൽ എക്സ്പ്രസ് ചെയ്യുമെന്നല്ല, ഒരു മനുഷ്യനിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ 2 അലീൽസ് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാനുള്ളൂ. പക്ഷെ ഒരു പോപ്പുലേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത തരം ബ്ലഡ് ഗ്രൂപ്പ്, നമുക്ക് AB ബ്ലഡ് ഗ്രൂപ്പ് മാത്രമാണോ ഉള്ളത്? അല്ല, A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട്. അപ്പൊ ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ അലിലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. അതായത് IA ഈ 2 അലീലാണ് ഒരു വ്യക്തിക്കുള്ളതെങ്കിൽ അദ്ദേഹം എന്തായിരിക്കും? A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള വ്യക്തിയാണ്. അതേപോലെ തന്നെ IAയും ഈ സ്മോൾ അലീലും വരുവാണെങ്കിൽ അദ്ദേഹം എന്ത് തന്നെയായിരിക്കും? A തന്നെ ആയിരിക്കും. മനസ്സിലാവുന്നു? അപ്പോൾ മൾട്ടിപ്പിൾ അലീൽസ് വേറെ വേറെ കോമ്പിനേഷനിൽ വരുമ്പോഴത്തേക്കിനും ബ്ലഡ് ഗ്രൂപ്പ് മാറി മാറി വരുന്നു. സോ ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ നോൺ മെന്റേറിയൻ ഇൻഹെറിറ്റൻസ്. ഇതും മെന്റൽ പറഞ്ഞ പോലെ അല്ല ഇത് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. 2 പേരിൽ ഒരെണ്ണം വരുമ്പോൾ ഒരാൾ കംപ്ലീറ്റ്ലി മാസ്ക് ചെയ്ത് അങ്ങനെയല്ല എക്സ്പ്രസ് ചെയ്യുക. മോർ ദാൻ 2 അലീൽസ് ഒരു പോപ്പുലേഷനിൽ കാണുന്നു. ഈ ഒരു കോമ്പിനേഷനിലുള്ള വ്യത്യാസം കാരണം ഓരോരുത്തർക്കും ഓരോ ബ്ലഡ് ഗ്രൂപ്പാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതാണ് മൾട്ടിപ്പിൾ അല്ലിലിസം, വിച്ച് ഇസ് എൻ എക്സാമ്പിൾ ഫോർ നോൺ മെന്റേറിയൻ ഇൻഹെറിറ്റൻസ്. ക്ലിയർ ആണ്? അടുത്ത നോക്കിക്കേ, പോളിജീനിക് ഇൻഹെറിറ്റൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഒന്നിൽ കൂടുതൽ അലീൽസ് ഉണ്ടെന്ന്, പക്ഷെ ഇവിടെ പറയുന്നു ഒന്നിൽ കൂടുതൽ ജീൻസ് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, സ്കിൻ കളർ ഇൻ ഹ്യൂമൻ ബീങ്സ് ആണ്. മോർ ദാൻ 1 ജീൻ കൺട്രോൾ ദ കളർ ഓഫ് ദ സ്കിൻ. The action of these genes cause variation in the production of melanin and cause difference in skin color. അതായത് സ്കിൻ കളറിന് കാരണം അല്ലെങ്കിൽ കാരണമാകുന്ന ജീൻസ് ഒരാൾ മാത്രമല്ല, വ്യത്യസ്തമായ ജീനുകളുടെ ആക്ടിവിറ്റി കാരണം സ്കിൻ കളറിൽ വേരിയേഷൻസ് ഉണ്ടാവാം. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ നോൺ മെന്റൽ ഇൻഹെറിറ്റൻസ്. ഇത് എന്തല്ല, മെന്റൽ പറഞ്ഞ രീതിക്കല്ല ഇൻഹെറിറ്റ് ചെയ്യുന്നത്. 2 പാരന്റ് തമ്മിൽ 2 ക്യാരക്ടർ തമ്മിൽ ക്രോസ് നടക്കുമ്പോഴത്തേക്കിനും അതിൽ ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നതല്ല ഈ പറഞ്ഞ 4 എക്സാമ്പിൾ നടക്കുന്നത്. ഏതൊക്കെയായിരുന്നു? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ്, മൾട്ടിപ്പിൾ അലിലിസം, പോളിജീനിക് ഇൻഹെറിറ്റൻസ്. അപ്പൊ ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? നോൺ മെന്റൽ, മെന്റൽ പറഞ്ഞ പോലെ അല്ല, നോൺ മെന്റൽ ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ? Okay, how do offsprings have characteristics അല്ലെങ്കിൽ characters? How do offsprings have characters that their parents don't have? നമ്മൾ പറഞ്ഞു ഇൻ ഹെറിഡിറ്റിയും വേരിയേഷനും നമ്മൾ പറഞ്ഞു തരുമായിരുന്നു. ഹെറിഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിനും പാരമ്പര്യം, പാരന്റ്സിലുള്ളത് എങ്ങനെ ഓഫ്സ്പ്രിങ്സിലേക്ക് പോയി? ജീൻസ് വഴി ഗമീറ്റ്സ് ഫോർമേഷനിൽ അലീൽസ് എക്സ്പ്രസ് ചെയ്ത് അവരാണ് ക്രോസിംഗ് നടത്തി ഓഫ്സ്പ്രിങ്സിലേക്ക് ക്യാരക്ടർ കൊണ്ടുപോവുക. അത് നമുക്ക് മനസ്സിലായി. ഇനി എങ്ങനെയാണ് ഈ വ്യത്യാസം, വേരിയേഷൻ ഉണ്ടാവുന്നതാണ് ചോദ്യം. അപ്പൊ ഇതും കൂടി ആകുമ്പോഴത്തേക്കിനും ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. വേരിയേഷനെ കാണാൻ നോക്കിക്കേ. ക്രോസിംഗ് ഓവർ is a process occurred during meiosis when gametes are formed. It involves exchange of genetic material between homologous chromosome. Homologous chromosome ഒന്ന് ആലോചിച്ച് വെച്ചേക്കണേ. Homologous chromosomes produce new combinations of genes. As a result, each gamete becomes genetically unique and lead to variation in offsprings. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ സെൽ ന്യൂക്ലിയസിനകത്ത് 23 പെയർ ഓഫ് ക്രോമസോം ഉണ്ട്. അതിൽ ഒന്നാമത്തെ പെയർ നമ്മൾ എടുക്കുവാണെങ്കിൽ അതിൽ ഒരു ഫാദറിന്റെ കോപ്പി ഒരു ക്രോമസോം കാണും, മദറിന്റെ കോപ്പി ഒരു ക്രോമസോം കാണും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ മിയോസിസ് എന്നൊരു പ്രോസസ് സമയത്ത് ഇവർ തമ്മിൽ ക്രോസിംഗ് ഓവർ എന്ന ഒരു പ്രോസസ് നടക്കുന്നുണ്ട്. ക്രോസിംഗ് ഓവർ എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇവർ എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആവും. ദാറ്റ് ഈസ് ഇപ്പൊ ഈ ഒരു റെഡിന്റെ കോമ്പിനേഷൻ അങ്ങോട്ടും പോവും, അതുപോലെ ഈ ബ്ലൂവിന്റെ കോമ്പിനേഷൻ ഇങ്ങോട്ടും വരും, ഇങ്ങോട്ടും വരും. മനസ്സിലാവുന്നു? അപ്പൊ വേരിയേഷൻ ഉണ്ടാവൂലേ? ഇവിടെ റെഡ് ആയിരുന്നു വരേണ്ടത്, ഇവിടെ എന്തായി? ഇപ്പൊ ഗ്രീൻ ബ്ലൂ ആയി. ഇവിടെ ബ്ലൂ ആയിരുന്നു വേണ്ടത്, ഇപ്പൊ ഇവിടെ റെഡ് ആയി. അപ്പൊ വേരിയേഷൻ ഉണ്ടായില്ലേ? ദിസ് ഇസ് കോൾഡ് ക്രോസിംഗ് ഓവർ. മനസ്സിലാവുന്നു? സോ ക്രോസിംഗ് ഓവർ വഴി വ്യത്യസ്തത ഉണ്ടാവാം.
അതാണ് ഒന്നാമത്തെ പോയിന്റ്. വേരിയേഷന് കാരണം ഒന്നാമത്തെ എന്താണ്? ക്രോസിംഗ് ഓവർ. രണ്ടാമത്തെ, സംടൈംസ് ഹിഡൻ ട്രേറ്റ് ഗെറ്റ് എക്സ്പ്രസ്ഡ്. ചിലപ്പോ റിസസീവ് ആയിട്ട് ഇരുന്ന ക്യാരക്ടർ, ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ട്, നമുക്ക് കിട്ടാത്ത ക്യാരക്ടേഴ്സ് നമ്മളിൽ ഒളിഞ്ഞിരിക്കായിരിക്കാം, റിസസീവ് ആയിട്ട് ഇരിക്കായിരിക്കാം. അത് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ നെക്സ്റ്റ് ജനറേഷനിൽ അത് എക്സ്പ്രസ് ആവാം. സോ അത് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാലും വേരിയേഷൻ ഉണ്ടാവാം അല്ലെ. നെക്സ്റ്റ് ജനറേഷൻ അത് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേരിയേഷൻ ആണ്. അത് കഴിഞ്ഞ് മ്യൂട്ടേഷൻ കൻ ഓൾസോ ഇൻട്രൊഡ്യൂസ് ന്യൂ ട്രേറ്റ്. മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ സഡൻ ഹെറിറ്റബിൾ ചേഞ്ചിനെയാണ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. അതുവഴി നമുക്ക് എന്തുണ്ടാവാം? വേരിയേഷൻ ഉണ്ടാവാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ക്രോസിംഗ് ഓവർ നോക്കിക്കേ, ഇവിടെ 2 ഹോമോലോഗസ് ക്രോമോസോം നമുക്ക് കാണാം. ജസ്റ്റ് വിചാരിക്കാം ഇതെന്താണ്? ഒന്നാമത്തെ പെയർ ഓഫ് ഹോമോലോഗസ് ക്രോമോസോം ആണെന്ന് വിചാരിക്കാം. ഗ്രീൻ ഫാദറിൽ നിന്നുമാണ്, ഓറഞ്ച് മദറിൽ നിന്നുമാണെന്ന് വിചാരിക്കാം. സോ നോക്കിക്കേ, എപ്പോഴാണോ മിയോസിസ് നടക്കുന്നത് അന്നേരം ഈ 2 ആമിലെ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ഇവിടെ കാണാം നിങ്ങൾക്ക് ക്രോസിംഗ് ഓവർ. സോ അവിടെ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ടായില്ലേ? എവിടെയാണോ അവർ ക്രോസ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഇല്ലേ, ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് കയാസ്മ. ഇമ്പോർട്ടന്റ് ആണ് കയാസ്മ. സോ അവർ ആ 2 നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ക്രോസ് ചെയ്യുന്നത് എപ്പോഴാണോ, ആ ക്രോസ് ചെയ്യുന്ന ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് കയാസ്മ. ലേറ്റർ അവർ എന്ത് ചെയ്യുന്നു? വേരിയേഷനുള്ള റീകോമ്പിനന്റ് ക്രൊമാറ്റിഡ് ആയിട്ട് മാറുന്നു. റീകോമ്പിനന്റ് എന്ന് പറയുമ്പോൾ വേരിയേഷൻ, അവരുടെ നോർമൽ അല്ലല്ലോ, വ്യത്യാസം വന്നില്ലേ. അപ്പോൾ റീകോമ്പിനന്റ് ക്രൊമാറ്റിഡ് എന്ന് വിളിക്കും. വേരിയേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും? റീകോമ്പിനന്റ് ക്രൊമാറ്റിഡ് എന്ന് വിളിക്കും. റീകോമ്പിനന്റ് ക്രൊമാറ്റിഡ്. ക്ലിയർ ആണ്. അപ്പോൾ ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ് ഡ്യൂറിങ് പ്രോഫേസ് 1 ഓഫ് മിയോസിസ്. മിയോസിസ് എന്ന് പറയുന്നത് നമ്മുടെ എഗ്ഗിലും അല്ലെങ്കിൽ ഗമീറ്റ്സിൽ നടക്കുന്ന സെൽ ഡിവിഷനാണ് മിയോസിസ് എന്ന് വിളിക്കുന്നത്. ആ മിയോസിസിന്റെ 4 ഘട്ടങ്ങളുണ്ട്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. അതിൽ പ്രോഫേസ് 1 എന്ന് നടക്കുന്നത് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ ഹോമോലോഗസ് ക്രോമസോംസ് പെയർസ് അപ്പ് ഡ്യൂറിങ് മിയോസിസ് സമയത്ത് ഈ ഹോമോലോഗസ് ക്രോമസോം എന്ത് ചെയ്യുന്നു? പെയറപ്പ് ചെയ്യുന്നു. ശേഷം നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ് ഓവർലാപ്പ് അറ്റ് സെർട്ടൻ പോയിന്റ് ദാറ്റ് ഈസ് കോൾഡ് കയാസ്മ. നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ് എന്ത് ചെയ്യുന്നു? ക്രോസ് ഓവർ ചെയ്യുന്നു. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് കയാസ്മ. അറ്റ് ദീസ് പോയിന്റ്സ് എക്സ്ചേഞ്ച് ഓഫ് കറസ്പോണ്ടിങ് സെഗ്മെന്റ്സ് ഓഫ് DNA ഒക്കെ അവിടെ വെച്ചിട്ട് ഈ DNA എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് നടക്കുന്നു. സോ ക്രോസിംഗ് ഓവർ ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ജനറ്റിക്കലി ഡിഫറെന്റ് ഗമീറ്റ്സ്. പുതിയൊരു വ്യത്യസ്ത തരം ഗമീറ്റ് ഉണ്ടാവാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നു. സോ ഇറ്റ് ലീഡ്സ് ടു വേരിയേഷൻ. സോ ഇറ്റ് ഇൻക്രീസ് ദ വേരിയേഷൻ among offsprings. ഇത് എന്തിലേക്ക് നയിക്കുന്നു? ഓഫ്സ്പ്രിങ്സിൽ വേരിയേഷനിലേക്ക് നയിക്കുന്നു. ക്ലിയർ ആണ്. നോക്കി അടുത്ത് മ്യൂട്ടേഷൻ. പറഞ്ഞു മ്യൂട്ടേഷനും എന്തിനൊരു കാരണമാണ്? വേരിയേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഒരു റീസൺ, ഒരു കാരണമാണ് മ്യൂട്ടേഷനും. മ്യൂട്ടേഷൻ എന്താണെന്ന് നോക്കിക്കേ, സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓർഗാനിസം. ഇത് ഒരു ഓർഗാനിസിൽ മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ഹെറിറ്റബിൾ. സോ സഡൻ ആയിട്ടുണ്ടാവുന്ന നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് മ്യൂട്ടേഷൻ. ഓക്കെ, ഇത് എന്തൊക്കെ കൊണ്ടുണ്ടാവാൻ നോക്കിക്കേ, DNA റെപ്ലിക്കേഷനിൽ എറർ കൊണ്ടുണ്ടാവാം. DNA റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? DNA സെൽ ഡിവിഷൻ സമയത്ത് റെപ്ലിക്കേറ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞല്ലോ, അത് 2 ആവാറുണ്ട്. അന്നേരം എന്തെങ്കിലും അങ്ങനെ ഉണ്ടാവാറില്ല തെറ്റ്. അങ്ങനെ എന്തെങ്കിലും തെറ്റുണ്ടോ, എന്തെങ്കിലും ഒരു പ്രോട്ടീന്റെ ഡിഫക്റ്റ് ഒക്കെ കാരണം ചിലപ്പോഴൊക്കെ തെറ്റുണ്ടാവാം. ആ സമയം നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? മ്യൂട്ടേഷൻ. DNA ചേഞ്ച് വന്നു നമുക്ക് പറയാം. അല്ലെങ്കിൽ എക്സ്പോഷർ ടു കെമിക്കൽസിന്റെ എക്സ്പോഷർ കാരണം ജനറ്റിക്കല് ജീൻസിന് ചേഞ്ച് വരാം, DNA ചേഞ്ച് വരാം. അത് നമുക്ക് എന്തായാലും കൺസിഡർ ചെയ്യാം, മ്യൂട്ടേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. എക്സ്പോഷർ ടു റേഡിയേഷൻ പറയത്തില്ല, ഒരുപാട് റേഡിയേഷൻസ് ഒന്നും കൊള്ളരുത്. റേഡിയേഷൻ ഉണ്ടാവും, DNA മ്യൂട്ടേഷൻ സംഭവിക്കും. മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ DNA ATGC എന്നുള്ള ഒരു കണ്ടന്റ് നമ്മളിൽ ഇരിക്കും പോലെ ആയിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ വ്യത്യാസമൊക്കെ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? ഉറപ്പായിട്ടും നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യാം. ചിലപ്പോൾ അത് നല്ല ക്യാരക്ടേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ അത് മോശം ക്യാരക്ടർ ആയിരിക്കും. എന്തായാലും അത് എന്ത് ചെയ്യപ്പെടും? ഇൻഹെറിറ്റ് ചെയ്യപ്പെടും. ഹെറിറ്റബിൾ ആണത്. സോ മ്യൂട്ടേഷൻ കോസ് ചേഞ്ചസ് ഇൻ ജീനിൽ ചേഞ്ച് ഉണ്ടാക്കും. ദാറ്റ് ആർ ട്രാൻസ്ഫേർഡ് ത്രൂ ജനറേഷൻ. അത് എന്ത് ചെയ്യപ്പെടും? നെക്സ്റ്റ് ജനറേഷനിലേക്കും പാസ് ഓൺ ചെയ്യപ്പെടും. വിച്ച് ലീഡ് ടു വേരിയേഷൻ. നല്ലതാണെങ്കിൽ നമുക്ക് തന്നെ വേരിയേഷൻ വിളിക്കാം, മോശമായ ചിലപ്പോൾ ഡിസീസും കോസ് ചെയ്യാനുള്ള കാരണമാകാം അത്. ഓക്കെ, സോ ഇറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ എവല്യൂഷൻ. നോക്കിക്കോളൂ, ജീൻ മ്യൂട്ടേഷൻ ഇതാണ്. നോർമലി ഇരിക്കുന്ന ജീൻ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. അത് നമുക്ക് നോർമലായിട്ട് ഒരു പ്രോട്ടീൻ ആണ്. നിങ്ങൾ ഒരു അത്യാവശ്യ പ്രോട്ടീൻ ആണെന്ന് വിചാരിക്കും, ഒരു ഗ്ലോബിൻ പ്രോട്ടീൻ ആണെന്ന് വിചാരിച്ചോളൂ. നമ്മുടെ ഗ്ലോബിൻ പ്രോട്ടീൻ ആണ്, നമുക്ക് ആവശ്യം വന്നു, ബ്ലഡിലേക്ക് ഗ്ലോബിൻ പ്രോട്ടീൻ പോയി നമുക്ക് ഓക്സിജൻ ഒക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കാം. എന്നാൽ അതേ ജീനിന് ഇവിടെ ഡിഫക്റ്റ് ഉണ്ടായി,
സീലാണെന്ന് വിചാരിച്ചോളൂ. സീൽ ഒരു ഡിഫക്റ്റ് ഉണ്ടാകുമ്പോഴത്തേക്കിനും ഒന്നെങ്കിൽ പ്രോട്ടീൻ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യൂല. അപ്പൊ ഗ്ലോബിൻ പ്രോട്ടീൻ നമുക്ക് ഉണ്ടോ? ഗ്ലോബിൻ പ്രോട്ടീൻ നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യൂല. അല്ലെങ്കിൽ ഗ്ലോബിൻ പ്രോട്ടീൻ എന്തെങ്കിലും സ്ട്രക്ചറൽ ഡിഫറൻസ് വന്ന് അതേ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്തൊരു അബ്നോർമൽ പ്രോട്ടീൻ ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് മ്യൂട്ടേഷന്റെ പ്രശ്നം. സോ ഇങ്ങനൊരു ചേഞ്ച് മ്യൂട്ടേഷൻ വഴി ജീനിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യും? നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യും. അപ്പൊ അത് നല്ലതാണെങ്കിൽ അത് വേരിയേഷൻസ്, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും വേരിയേഷൻ തന്നെയാണ്. നല്ലതുമാവാം ചീത്തയും ആവാം. ക്ലിയർ ആണ്? ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എല്ലാം നല്ലോണം മനസ്സിലാക്കാം. നമുക്ക് കുറച്ച് ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഇലുസ്ട്രേഷൻ ഓഫ് ഡിഫറെന്റ് RNA. പഠിച്ച കാര്യമാണ്. ചൂസ് ദ നെയിം. അതിന്റെ ലേബൽ നെയിം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ആദ്യത്തെ എളുപ്പമാണല്ലേ. ആദ്യത്തെ ആരാണ്? mRNA ആണ്. നമുക്ക് മനസ്സിലാവും, സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. ഇത് ക്ലോവർ ലീഫ് ഷേപ്പുള്ള tRNA ആണ്. ഈ കാണുന്നത് ആരാണ്? rRNA ആണ്. അതിന്റെ കോമ്പിനേഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. mRNA, tRNA, rRNA. സി ഓപ്ഷൻ ആണ് കറക്റ്റ്. പേര് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, an illustration of a stage in the process of protein synthesis within the cell is given. പ്രോട്ടീൻ സിന്തസിസിന്റെ ഒരു സ്റ്റേജ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. Identify and name the stage of protein synthesis. Identify and name the stage of protein synthesis. നമുക്ക് പറഞ്ഞ ഏതൊക്കെയാണ് നമുക്ക് പ്രോട്ടീനിലുള്ള സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ആണ് സ്റ്റേജസ് അല്ലെ. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ആണ് സ്റ്റേജസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ മോളിക്യൂൾ ലേബിൾഡ് ആസ് എക്സ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്? ഇത് ആരാണ് എക്സ്? ഈ കൊടുത്തേക്കുന്ന ആരാണെന്ന് മനസ്സിലായല്ലോ അല്ലെ. mRNA ആണ് കൊടുത്തേക്കുന്നത്. ഈ mRNA എന്താണ്? ഇറ്റ് ക്യാരീസ് ദ ഇൻഫർമേഷൻസ് ഫ്രം DNA. ഇതാണ് എന്തിനെ കോഡ് ചെയ്യുന്നത്? പ്രോട്ടീനെ കോഡ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്താണ് ഏതൊക്കെ അമിനോ ആസിഡ് ആണ് കോഡ് ചെയ്യേണ്ടതെന്നുള്ള ഇൻഫർമേഷൻസ് ഇരിക്കുന്നത്. DNA എന്നുള്ള ഇൻഫർമേഷൻസ് ഇരിക്കുന്നത്. ദാറ്റ് ഈസ്, അതാണ് എക്സ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കേ, ഒബ്സർവ് ദ ഇലുസ്ട്രേഷൻ ഓഫ് ദ മോണോഹൈബ്രിഡ് ക്രോസ്. കണ്ടോ? മോണോഹൈബ്രിഡ് ക്രോസ് കണ്ടത് ബൈ ഗ്രിഗർ യോഹാൻ മെൻഡൽ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കി ഇവിടെ എന്താ ചെയ്തിരിക്കുന്ന ഒരു ഗ്രീൻ കളർ പോഡ്. വ്യത്യസ്ത തരം തന്നെ കേട്ടോ. ടോൾ തന്നെ എപ്പോഴും ചോദിക്കണം എന്നില്ല. വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ജീനോടൈപ്പ് ഒക്കെ തന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ജി ഡോമിനന്റ് ആയിട്ടുള്ള ഗ്രീൻ കളറുടെ പോഡും ഒരു യെല്ലോ കളർ പോഡും തമ്മിൽ ക്രോസ് നടത്തിയേക്കുവാണ്. ഗമീറ്റ് അപ്പൊ ഇവിടെ എന്താ ഫോം ചെയ്യുന്നത്? ജി ഗമീറ്റ് ഫോം ചെയ്തു. ഇവിടെ ആണെങ്കിൽ സ്മോൾ ലെറ്റർ ജി ഫോം ചെയ്തു. F1 ജനറേഷൻ അപ്പൊ എന്തായിരിക്കും? ക്യാപിറ്റൽ G സ്മോൾ g ആയിരിക്കും. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഗ്രീൻ കളർ ആയിരിക്കും അല്ലെ. ഗ്രീൻ കളർ ആയിരിക്കും. അപ്പൊ അതാണ് ചോദിച്ചേക്കുന്നത്. റൈറ്റ് ദ ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് F1. ഞാൻ പറഞ്ഞിരുന്നു F1ന്റെ ജീനോടൈപ്പും ഫീനോടൈപ്പും ആണ് ചോദിച്ചേക്കുന്നത്. ഇവിടുത്തെ ഫീനോടൈപ്പ് എന്ത് വരും? ഫീനോടൈപ്പ് എന്ന് പറയുമ്പോൾ കാഴ്ചയിൽ അത് ഗ്രീൻ ആയിരിക്കും. ജീനോടൈപ്പ് എന്തായിരിക്കും വരുന്നത്? ജീനോടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ക്യാപിറ്റൽ G സ്മോൾ g ആയിരിക്കും. ഇലുസ്ട്രേറ്റ് ദ സെൽഫ് പോളിനേഷൻ ഓഫ് F1. അറിയാലോ സെൽഫ് പോളിനേഷൻ ഓഫ് F1 വരയ്ക്കാൻ? അറിയാലോ സെൽഫ് പോളിനേഷൻ F1 വരയ്ക്കാൻ വേണ്ടിയിട്ട്? ജി ക്രോസ് ജി ആണ്. ഇവിടുത്തെ ഗമീറ്റ് ആരൊക്കെ വരും? ക്യാപിറ്റൽ G സ്മോൾ g ക്രോസ് ക്യാപിറ്റൽ G സ്മോൾ g വരും. ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്യാം. 2, 3, 4 ഇങ്ങനെ ക്രോസ് ചെയ്യാം. ഇവിടെ വരുന്നത് ക്യാപിറ്റൽ G. അടുത്ത് വരുന്ന ക്യാപിറ്റൽ G സ്മോൾ g. ഇവിടെ വരുന്നത് ക്യാപിറ്റൽ G സ്മോൾ g സ്മോൾ g സ്മോൾ g. ഇലുസ്ട്രേറ്റ് സെൽഫ് പോളിനേഷന് ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ എഴുതാം 3 ഗ്രീനും ഒരു യെല്ലോ പോഡുമാണ് കിട്ടിയത്. ഫിനോടൈപ്പിക്കലി 3:1 റേഷ്യോ കിട്ടിയെന്ന് വേണമെങ്കിൽ എഴുതാം. ക്രോസ് ചോദിക്കും കേട്ടോ. നമ്മൾ ചെയ്ത ക്രോസേ അല്ല. ടോളും ഡ്വാർഫും വെച്ച് തന്നെയും അല്ലെങ്കിൽ റൗണ്ട് റിങ്കിൾഡ് വെച്ച് തന്നെ ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ജീനോടൈപ്പും ഫിനോടൈപ്പും ക്വസ്റ്റിനിൽ തന്നെ തരും. എന്നിട്ട് നിങ്ങളോട് ക്രോസ് ചെയ്യാൻ വേണ്ടി പറയും കേട്ടോ. അപ്പോൾ 1-2 പ്രാവശ്യം വരയ്ക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സിമ്പിൾ ആണ്. ഗമീറ്റ് ഫോർമേഷൻ മാത്രം നോക്കിയാൽ മതി. ഡൈഹൈബ്രിഡിലെ F1ന്റെ ക്രോസിലെ ഗമീറ്റ് ആണ് ഇച്ചിരിയെങ്കിലും ബുദ്ധിമുട്ടുള്ളത്. അതൊന്ന് 2 പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ഒന്ന് എഴുതി പഠിക്കുക കേട്ടോ. ഒരു പ്രാവശ്യം എഴുതി പിന്നെ മറക്കുകയില്ല. അതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി കേട്ടോ. ചോദിക്കും കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഒന്നും കൂടെ ഒബ്സർവ് ദ ഡൈഹൈബ്രിഡ് ക്രോസിലെ ക്വസ്റ്റ്യൻ ചോദിക്കാം. കണ്ടിട്ട് ബേസ്ഡ് ഓൺ ദ ഹൈറ്റ് ഓഫ് ദ പീ പ്ലാന്റ് ആൻഡ് കളർ ഓഫ് ദ പോഡ്. നോക്കിക്കേ, പാരന്റ് പ്ലാന്റ് ചോദിച്ചിട്ടുണ്ട്. ടോൾ ഗ്രീൻ കളറാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഡ്വാർഫും യെല്ലോ കളർ പോഡുമാണ് ചോദിച്ചേക്കുന്നത്. റൈറ്റ് ദ ഫിനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് ദ F1 ആണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് ക്യാപിറ്റൽ T ക്യാപിറ്റൽ Gയും. ഇതാണ് ഇവിടെ ചോദിച്ചേക്കുന്ന ക്രോസ്. ഡൈഹൈബ്രിഡ് ആണ്. അപ്പൊ ഗമീറ്റ് ഇങ്ങനെ കിട്ടി. അപ്പൊ അതിന്റെ ഫസ്റ്റ് F1 എന്തായിരിക്കും? ക്യാപിറ്റൽ T സ്മോൾ t ക്യാപിറ്റൽ G സ്മോൾ g ആയിരിക്കും. ഇത് എന്ത് പ്ലാന്റ് ആയിരിക്കും? ടോൾ. ശ്രദ്ധിച്ചോളണം. ക്യാപിറ്റൽ G വരുമ്പോൾ ഗ്രീൻ ആണ് കേട്ടോ. ഗ്രീൻ ടോൾ ഗ്രീൻ ആണ്. അപ്പൊ ഇതിന്റെ ഫീനോടൈപ്പും ജീനോടൈപ്പും ചോദിച്ചിട്ടുണ്ട്. ജീനോടൈപ്പ് ആണ് ഇത്. ജീനോടൈപ്പ് ആണ് ക്യാപിറ്റൽ T സ്മോൾ t ക്യാപിറ്റൽ G സ്മോൾ g. ഫീനോടൈപ്പ് വെച്ചാൽ അത് ടോൾ ഗ്രീൻ പ്ലാന്റ് ആണെന്ന് എഴുതണേ, മറക്കരുതേ. When the F1 generation is selfed, what new traits are produced in the F2?
generation that are different from the parent plant. ഇപ്പോൾ ക്രോസ് എഴുതാൻ പറയുന്നില്ല. F1 ജനറേഷനെ സെൽഫ് ചെയ്തു എന്ന് വിചാരിക്കുക. F1 ജനറേഷനെ സെൽഫ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന വ്യത്യസ്തമായിട്ടുള്ള വേരിയേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ നോക്കിക്കേ. അപ്പൊ നമ്മള് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ജി സ്മോൾ ജിയും ഇതിനെ സെൽഫ് ചെയ്യുവാണ്. F1 സെൽഫ് ചെയ്യുവാന്ന് വിചാരിക്കും. ഇവിടെ ഗമീറ്റ് ഏതൊക്കെയായിരിക്കും? എന്താ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ ടി സ്മോൾ ജി സ്മോൾ ടി ക്യാപിറ്റൽ ജി സ്മോൾ ടി സ്മോൾ ജി. ഇതാണ് ഗമീറ്റ് വരുന്നത്. നമ്മളിവിടെ ഇങ്ങനെ പനറ്റ് സ്ക്വയർ ഒക്കെ വരച്ച് നമ്മൾ വരയ്ക്കും എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു, ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോ ഇത് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന 4 ക്യാരക്ടർ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമുക്കിവിടെ കിട്ടുന്നത് ടോൾ ഗ്രീനും ഡ്വാർഫ് യെല്ലോയും. ഉറപ്പായിട്ട് നമുക്ക് പാരന്റലായിട്ടുള്ള ടോൾ ഗ്രീനും കിട്ടും ഡ്വാർഫായിട്ടുള്ള യെല്ലോയും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഇത് രണ്ടും കിട്ടും. ഇതല്ലാതെ വേരിയേഷൻ കിട്ടും നമുക്ക് രണ്ടെണ്ണം. ഇത് ഓപ്പോസിറ്റ് തിരിച്ച് എഴുതിയാൽ മതി. ഏതൊക്കെയെന്ന് അറിയാമോ? ടോൾ യെല്ലോയും അതുപോലെ ഡ്വാർഫ് ഗ്രീനും കിട്ടും കേട്ടോ. ഡ്വാർഫ് ഗ്രീനും കിട്ടും. നമ്മൾ എഴുതി ഓർമ്മയുണ്ടോ? 9:3:3:1 എന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പോ ഇതില് ഈ ഇത് രണ്ടും പാരന്റിന്റെ സെയിം ക്യാരക്ടേഴ്സ് ആണ്. അത് കൂടാതെ നമുക്ക് കിട്ടുന്നത് നമുക്കിങ്ങനെ ഓപ്പോസിറ്റ് മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ എഴുതാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും എന്തായാലും പാരന്റ് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന 2 വേരിയേഷൻ ഉള്ളത് ഇതാണ്, ടോൾ യെല്ലോയും ഡ്വാർഫ് ഗ്രീനും. ഇത് അങ്ങനെ തിരിച്ചു മറിച്ച് എഴുതി കഴിഞ്ഞാൽ കിട്ടും. ഇത് എന്ത് റേഷ്യോയിലാണ്? 3:3 എന്നുള്ള റേഷ്യോയിൽ കിട്ടും കേട്ടോ. അപ്പൊ ഇതാണ് ഇവിടെ ചോദിച്ചേക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഡിഫറെന്റ് ഫ്രം ദ പാരന്റ് പ്ലാന്റ്? പാരന്റ് പ്ലാന്റിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള 2 ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പോഴത്തേനും പുതിയ കിട്ടുന്ന ന്യൂ ട്രേറ്റ്സ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അത് ഏതൊക്കെയായിരിക്കും? ഇവിടെ ആണെങ്കിൽ അത് ടോൾ യെല്ലോയും ഡ്വാർഫ് ഗ്രീനും ആണ് കേട്ടോ. ടോൾ യെല്ലോയും ഡ്വാർഫ് ഗ്രീനും ആണ്. മനസ്സിലായോ? ക്രോസിംഗ് ഓവർ കാരണമായിരിക്കും എന്തുണ്ടാവുന്നത്? ന്യൂ ട്രേറ്റ്സ് ഉണ്ടാവുന്നത്. ക്രോസിംഗ് ഓവർ വഴിയായിരിക്കും എന്ത് ചെയ്യുന്നത്? ന്യൂ ട്രേറ്റ്സ് ഉണ്ടാവുന്നത്. ക്ലിയർ ആണ് നിങ്ങൾക്ക്? അപ്പോ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരാനുള്ള ചാൻസ്. എല്ലാ ടോപ്പിക്കും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നല്ലോണം പഠിക്കാം, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, ടെക്സ്റ്റ് നല്ലോണം വായിക്കാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത് ഒന്നും മറക്കരുത്. വരയ്ക്ക് പഠിക്കാനുള്ളതെല്ലാം വരച്ച് പഠിക്കാം. താങ്ക് യു.